ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏകാന്തതയിൽ പിതാവുമായി സംവദിച്ചിരുന്ന ഈശോയാണ് പ്രാർത്ഥനയിൽ നമ്മുടെ മാതൃക. മലയോരങ്ങളിലും വിജനപ്രദേശങ്ങളിലുമായിരുന്ന കൂടെ പിതാവിനോട് സംസാരിച്ചിരുന്ന ഈശോ, പിതാവുമായുള്ള സംഭാഷണത്തിൽ ദൈവവചനമാണ് ഈശോ കൂടുതൽ ഉപയോഗിച്ചിരുന്നതെന്ന് കുരിശിൽ കിടന്നുള്ള പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വായനയിൽ ശരീരവും മന്നത്തിൽ മനസ്സുമാണ് ഉണർന്നു പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രാർത്ഥന ഹൃദയം കൊണ്ടാണ്. മന്നത്തിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് ശ്രവിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവവചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നു. പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. വായനയിലെ ശ്രവണത്തിനു ശേഷം മനുഷ്യൻ ദൈവത്തോട് പ്രതികരിക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്ന നിമിഷമാണിത്. ദൈവത്തിനു മുമ്പിൽ നമ്മെ തന്നെ വെളിപ്പെടുത്താൻ വായിക്കുക, ശ്രവിക്കുക, അയവിറക്കുക എന്നല്ലാതെ നമുക്ക് മുമ്പിൽ മറ്റൊരു എളുപ്പമോ സുനിശ്ചിതമോ മാർഗമോ ഇല്ല. വായിച്ച വാക്കുകളെ നമ്മുടെ ചിന്തകളും സ്നേഹവും ജീവിതവും നിറച്ചുകൊണ്ട് ഞാൻ അവന്റെ വചനത്തിന് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നു. അതായത്, മന്നത്തിൽ എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ അന്നത്തെ എൻ്റെ ജീവിതാവസ്ഥയെ വചന വെളിച്ചത്തിൽ നോക്കിക്കാണുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതാവസ്ഥയെ അടിസ്ഥാനമാക്കി വചനം എന്നോട് സംസാരിച്ചതിനെ ഞാൻ ശ്രവിക്കുന്നു. ആ കേട്ടതിനോട് പ്രത്യുത്തരിക്കുകയാണ് പ്രാർത്ഥന എന്ന മൂന്നാമത്തെ ഘട്ടത്തിൽ. നാമും നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാതെയല്ല വചനം സംസാരിക്കുന്നത്. അതിനാലാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത്, ധ്യാനിച്ച ഭാഗം പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥിക്കുക, വിലാപമാണെങ്കിൽ വിലപിക്കുക, കൃതജ്ഞതയാണെങ്കിൽ ആനന്ദിക്കുക, പ്രത്യാശയാണെങ്കിൽ പ്രത്യാശിക്കുക, ഭയപ്പെടുത്തുന്നതാണെങ്കിൽ ഭയപ്പെടുക. എന്ന് വെച്ചാൽ, മന്നത്തിന്റെ അവസാന ഘട്ടത്തിൽ വചനം നമ്മിൽ ചില പ്രേരണകൾ നൽകും. ചിലപ്പോൾ അത് യാചിക്കാനാകാം, മധ്യസ്ഥം പ്രാർത്ഥിക്കാനാവാം, ചിലപ്പോൾ നന്ദി പറയാനാവാം, ക്ഷമ ചോദിക്കാനാവാം, സമർപ്പിക്കാനാവാം, സ്നേഹം പ്രകടിപ്പിക്കാനാവാം, പ്രത്യാശിക്കാനാവാം. ഇതോ മറ്റേതെങ്കിലും ഭാവമോ ആണെങ്കിൽ അതിനനുസരിച്ച് ദൈവത്തോട് സംസാരിക്കുക. ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നതിനെയാണ് ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത്, വായനയിലൂടെ സ്പർശിച്ച് മന്നം ചെയ്ത വചനം എന്നോട് പറയും ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിൽ നിന്ന് ആരംഭിച്ച് ഞാൻ എന്ന വ്യക്തിയിലൂടെ അത് കടന്നു പോയപ്പോൾ അതെന്റെ അനുഭവമായി മാറി. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിലൂടെ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ഫലമെന്തെന്ന വചനം കടന്നു പോയപ്പോൾ അവനാകെ മാറിയത്. മനോഭാവവും കാഴ്ചപ്പാടുകളും എല്ലാം മാറി. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ അനുഭവമായി മാറി, ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന ഒരു അനുഭവമല്ല. ഒരു വശത്ത് പ്രാർത്ഥനയും മറുവശത്ത് ജീവിതവും എന്നൊരു ശൈലിയില്ല. ദൈവവചനത്തെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്നതിനർത്ഥം സന്തോഷവും കയ്പും നിറഞ്ഞ ദൈനംദിന യാഥാർത്ഥ്യങ്ങളിൽ വചനത്തിലൂടെ നമ്മെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ദൈവഹിതമനുസരിച്ച് അവയെ അഭിമുഖീകരിക്കുകയും നേരിടുകയും കീഴടക്കുകയും ചെയ്യുക എന്നതാണ്. പ്രാർത്ഥിക്കുക എന്നത് വികാരാധീനമാക്കുകയല്ല, മറിച്ച് ദൈവഹിതം അന്വേഷിച്ച് അതെന്റെ ജീവിതത്തിലൂടെ നടപ്പിൽ വരുത്തുകയാണ്. ജീവിത പങ്കാളിയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാവുന്നവർക്ക്, വിശുദ്ധ ഭാഷണത്തിന്റെ രുചി അറിയാവുന്നവർക്ക് മാത്രമേ വേദപുസ്തകം വായിക്കാൻ അറിയുകയുള്ളൂ എന്ന് വിശുദ്ധ ജെറോം പറയുന്നു. ഈ വരുന്ന ആഴ്ച വചനം വായിച്ച് സ്പർശിക്കുന്ന വചനം മന്നം ചെയ്ത് അതിനെ പ്രാർത്ഥനയാക്കാം. വചനം വായിലൂടെ പ്രവേശിച്ച് മനസ്സിലൂടെ കടന്ന് ഹൃദയത്തിലെത്തട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.